നമസ്കാരം. സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് കോറിഡോറിന് അടുത്ത് ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ സിലിഗുരി കോറിഡോറിനെ കുറിച്ച് വളരെ കൃത്യമായി ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് തന്നെ പറഞ്ഞ അല്ലെങ്കിൽ ചെയ്തു വച്ച ഒരു കാര്യമുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള ഒരു മാപ്പ് ഇയാൾ തയ്യാറാക്കുകയുണ്ടായി. ഇതിനുശേഷം പാകിസ്ഥാൻ ISIയിലേക്ക് ഈ മാപ്പ് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. അതായത് സിലിഗുരി കോറിഡോറിനടുത്തേക്ക് താമസിക്കുന്ന ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഉപയോഗിച്ച് ആ ഭാഗത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള പദ്ധതികൾ ബംഗ്ലാദേശിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ മറ്റൊന്നുമല്ല. ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരാണ് 40% അസമിൽ ജീവിക്കുന്നവരും എന്ന മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതുകൊണ്ടാണ് അദ്ദേഹം അടുത്ത 24 മണിക്കൂറിനകത്ത് ഈ രീതിയിലുള്ളതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളതായ കടന്നുകയറ്റ ശ്രമങ്ങൾ അസമിലേക്ക് ഉണ്ടായാൽ അവർ തിരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർ ജയിലറയ്ക്കുള്ളിലാകും എന്ന് കടുത്ത ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യവും ഇതാണ്. അതായത് 40% വരുന്ന ഈ ബംഗ്ലാദേശികളെ പുറത്താക്കി കഴിഞ്ഞാൽ മാത്രമേ രാജ്യത്തിലെ ഏറ്റവും നല്ല പദ്ധതികൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ, അത് എത്തേണ്ട സ്ഥലത്തേക്ക് ഇത് എത്തുകയുള്ളൂ. എന്നാൽ ഇതിനൊക്കെയും തടസ്സം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ നുഴഞ്ഞുകയറ്റക്കാർ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പൗരന് ആവശ്യം വേണ്ട രാജ്യത്തിൻ്റെ ആ സമ്പത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ഭീകരവാദികൾ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ആസാമിലും പശ്ചിമ ബംഗാളിലും ഉള്ളത്. ഏറ്റവും അധികം ഇത്തരംക്കാർ ജീവിക്കുന്നത് ആസാമിലും പശ്ചിമ ബംഗാളിലുമാണ്. എന്നാൽ പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ അടിത്തറ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാരായതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുവാനുള്ള യാതൊരു കാര്യവും പശ്ചിമ ബംഗാളിൻ്റെ സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്ന ഒരു നയ സമീപനമാണ് പശ്ചിമ ബംഗാൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ CAAയും SIRനെയും ഒക്കെ എതിർക്കുന്നത്. എന്നാൽ അസമിൻ്റെ അവസ്ഥ മാറി, അസമിൻ്റെ സ്ഥിതി വളരെയധികം മാറി. അത് ദേശീയതയോടൊപ്പം അസം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദികളെ അസമിൽ നിന്ന് പടിയിറക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് വളരെ കൃത്യമായി വളരെ നേർരേഖയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ കോൺഗ്രസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും ഒരു ബംഗ്ലാദേശി ഹിന്ദുവിൻ്റെ കാര്യത്തിൽ ഈ രീതിയിലുള്ളൊരു പരിഗണന കോൺഗ്രസ് കാണിച്ചിരുന്നു. അവിടെ വളരെ ക്രൂരമായിട്ടാണ് അവിടുത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നത്. 14 കോടിയായിരുന്നു ബംഗ്ലാദേശിൻ്റെ വിമോചന സമര കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുവിൻ്റെ ജനസംഖ്യയെങ്കിൽ ഇന്നത് 2 കോടിയാണ്. ഒന്നുകിൽ അവർ മതം മാറ്റത്തിന് വിധേയമാകണം, അല്ല എങ്കിൽ ഭീകരവാദികളുടെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ലൈംഗിക അടിമകളായി ജീവിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ അത്യധികം അടിമയാക്കപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാരുടെയും ഒക്കെ അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ദീപു ചന്ദ്രദാസിൻ്റെ ഒക്കെ കാര്യം നമ്മളൊന്ന് നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് കൂടുതൽ ബോധ്യമാകുകയാണ്. അതായത് അത്തരത്തിലാണ് അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. 14 കോടിയിൽ നിന്ന് 2 കോടിയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ജനസംഖ്യ മാറുമ്പോൾ അവരെന്തുമാത്രം വലിയ ക്രൂരതയാണ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. പക്ഷേ ഇവിടെ ഭാരതത്തിൻ്റെ അവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യ സമയത്ത് ഉണ്ടായിരുന്ന ഇസ്ലാമിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 3 കോടിയാണെന്ന് 20 കോടിയിലേറെയാണ്. അത്തരത്തിൽ ഒരു വലിയ ഡെമോഗ്രാഫിക്കൽ മാറ്റമാണ് ഭാരതത്തിൽ നടക്കുമ്പോൾ മറ്റിടങ്ങളിൽ ഇത് കുറഞ്ഞതാണ് വരുന്നത്. വളരെയധികം ഗണ്യമായ രീതിയിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഏകദേശം സമാനമായ അവസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാകണം. ഇതിൽ ഒക്കെ അപ്പുറം സിലിഗുരി കോറിഡോറിൽ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരാണ് ഇതിനോട് ചേർന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടം അസ്ഥിരമായിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ വിഷമിക്കേണ്ട അല്ലെങ്കിൽ അങ്കലാപ്പിലാകേണ്ട കാര്യം ഒന്നും തന്നെയില്ല. കാരണം
സൈനിക താവളങ്ങൾ അവിടെ സുസജ്ജമായ രീതിയിലാണ് സിലിഗുരി കോറിഡോറിനടുത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ളതായിട്ടുള്ള ആക്രമണങ്ങളെയും നേരിടുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.